ഹിന്ദി ആക്ഷൻ ത്രില്ലറായ കിൽ മൂവി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? ആനിമലിനേക്കാളും സൂപ്പറാണോ പടം? ബാ നോക്കാം. നമ്മുടെ ഹീറോയിനും ഒരു ദിവസം ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവരെ അപ്രതീക്ഷിതമായി കുറച്ച് പേര് അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ. ഒരു വൺ ലൈനിൽ തീരാവുന്ന സ്റ്റോറി ഇതിനുള്ളൂ. ബട്ട് ഇവിടെ സ്റ്റോറിക്ക് വലിയ പ്രസക്തിയില്ല. ആക്ഷനാണ് സാറേ ഇതിൻ്റെ മെയിൻ. സിനിമ മൊത്തം താങ്ങി നിർത്തുന്നത് ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് ഫൈറ്റ് സീൻസാണ്. ഒരു ഹോളിവുഡ് ടച്ചുള്ള മേക്കിംഗ് രീതിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആകെ 1.25 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡ്യൂറേഷൻ. അത് കാരണം തന്നെ പടത്തിൽ എവിടെയും ഒരു ലാഗ് ഫീൽ ചെയ്തിട്ടില്ല. എഡിറ്റിംഗ് ഒക്കെ നല്ല ടൈറ്റായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മാസ് ഇൻട്രോ സീൻസ് ഇല്ല, റൊമാൻറ്റിക് സോങ്സ് ഇല്ല, ക്രിഞ്ച് ഹ്യൂമർ ഇല്ല. ആവശ്യമില്ലാത്ത ഒരു സീൻ പോലും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. പ്ലോട്ടൊക്കെ ക്ലീഷേ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിലും ഇതിൻ്റെ USP എന്ന് പറയുന്നത് സിനിമ നടക്കുന്നത് മൊത്തം ഒരു ട്രെയിനിൽ വെച്ചാണെന്നുള്ളതാണ്. ഫസ്റ്റ് 10 മിനിറ്റ്സിൽ തന്നെ ഇവർ സ്റ്റോറി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡയറക്റ്റ് പോയിന്റിലേക്ക് വരും. കൂടുതൽ ഡയലോഗടിയൊന്നുമില്ല. ഒരു ലിമിറ്റഡ് സ്പേസിൽ വെച്ച് മെജോറിറ്റി ഓഫ് ദ സിനിമ, അതും ആക്ഷൻ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അത് പോരാഞ്ഞിട്ട് ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആക്കി നിർത്തുക എന്നുള്ളത് അതിലും വലിയ ടാസ്ക്കാണ്. രണ്ടും അവർ നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. വയലൻസും ഗോറിയായിട്ടുള്ള സീൻസും പടത്തിൽ കുറേ ഭാഗത്തുണ്ടെങ്കിലും ആനിമൽ മൂവിയിലെ പോലെ ചുമ്മാ വയലൻസ് കാണിക്കാനായിട്ട് ചെയ്തതും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയില്ല. വയലൻസിനൊക്കെ പ്രോപ്പർ ജസ്റ്റിഫിക്കേഷനും അത് സ്റ്റോറിയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. സഹിക്കാൻ പറ്റാവുന്നിടത്തോളം സഹിച്ചിട്ട് പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ റിവെഞ്ച് എടുക്കാനും പിന്നെ ബാക്കിയുള്ളവരെ രക്ഷിക്കാനും കൂടെ വേണ്ടി ചെയ്യുന്ന വയലൻസാണിതിൽ. അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഘാനവും പഠിച്ച് 150 പേരെ അറഞ്ചം പുറഞ്ചം കൊന്നു തള്ളുന്ന ടൈപ്പ് മൂവിയല്ല. സിനിമയുടെ പല സീൻസിലും എക്സൈറ്റ്മെൻറ്റ് കാരണം സ്ക്രീൻ ചെയ്തു പോകുന്ന അത്ര ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് പറ്റി എന്നുള്ളതാണ് വേറെ ഒരു പ്ലസ് പോയിന്റ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആ ട്രെയിനിൽ അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നതായി തോന്നിപ്പോകും. ഹീറോയുടെ പെയിനും നിസ്സഹായാവസ്ഥയും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അവൻ ഫൈനലി തിരിച്ചടിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കൈയടിച്ചു പോകുന്നത്. രാഘവ് ജുവാലാണ് ഇതിലെ മെയിൻ വില്ലൻ. ആക്ടിംഗ് വൈസ് പുള്ളിയാണ് ഈ സിനിമയിലെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമറായിട്ട് എനിക്ക് തോന്നിയത്. ഇതിലെ ഹീറോ ആയ ലക്ഷ്യയുടെ ഡെബ്യൂ മൂവിയാണിത്. ന്യൂ കമർ ആണെങ്കിലും ലക്ഷ്യ നന്നായി തന്നെ പെർഫോം ചെയ്തു. മൂപ്പരുടെ ആക്ഷനും നല്ല കിടുവായിരുന്നു. ടൈഗർ ഷ്രോഫിനും വിദ്യുത് ജംവാലിനും ഒക്കെ സൂട്ടാവുന്ന ടൈപ്പ് ക്യാരക്ടറാണ് ഇതിലെ ഹീറോയുടേത്. അവരെ കാസ്റ്റ് ചെയ്യാനത് ഒരുപക്ഷെ ബഡ്ജറ്റ് കുറയ്ക്കാനായിരിക്കും. ബട്ട് എന്തായാലും ന്യൂ കമറിനെ കാസ്റ്റ് ചെയ്തത് സിനിമയ്ക്ക് ഗുണമായെന്നേ ഞാൻ പറയൂ. പുതുമുഖമായതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ്സും ഇന്നസെൻസും നമുക്കിതിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വെറും 20 കോടിയാണെന്നുള്ളതാണ് വേറൊരു അത്ഭുതം. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു ആക്ഷൻ സിനിമ എടുത്ത് ഇവരെ സമ്മതിച്ചേ പറ്റൂ. എന്നാലും ലോ ബഡ്ജറ്റ് ആയതിൻ്റെ പോരായ്മകൾ നമ്മൾക്ക് ഈ സിനിമയിൽ അവിടെ ഇവിടെ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ചില പോർഷൻസിലെ CGI ഒക്കെ കാണുമ്പോൾ. ചില സ്ഥലത്തൊക്കെ ഇഞ്ചുറി മേക്കപ്പിൻ്റെ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഉള്ളതായിട്ടും എനിക്ക് തോന്നി. ഓവറോൾ എനിക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ തിയേറ്ററിൽ കണ്ട സിനിമകൾ ഞാൻ OTT വരുമ്പോൾ കാണാറില്ല. ബട്ട് ഈ സിനിമ OTT വരുമ്പോൾ എനിക്ക് കാണുന്നുണ്ട്. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ഒരു ബിഗ് സ്കെയിലിൽ നല്ല വലിയ ബഡ്ജറ്റിൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല ബഡ്ജറ്റും കൂടെ ഉണ്ടെങ്കിൽ സിനിമ നെക്സ്റ്റ് ലെവലിലേക്ക് എടുത്തു വെക്കാനുള്ള പൊട്ടൻഷ്യൽ ഈ ഡയറക്ടർക്കുണ്ട്. നിങ്ങൾ ഈ പടം കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏറ്റവും ഷോക്കിംഗ് ആയി തോന്നിയ സീൻ ഏതാണെന്ന് കമൻസിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത പടം കണ്ടിച്ചും വരാം. അപ്പം ശരി.